ഒരു ഫോണോ ലാപ്ടോപ്പോ ഹാങ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു റീസെറ്റ് കൊടുക്കും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വർഷത്തിലൊരിക്കൽ അള്ളാഹു നിശ്ചയിച്ച ആത്മീയ റീസെറ്റ് ബട്ടനാണ് വിശുദ്ധ റമദാൻ. നോമ്പെന്നാൽ പലരും കരുതുന്നത് പോലെ വെറും ഒരു ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് അല്ല. അതായത് എത്ര നേരം വിശപ്പ് സഹിക്കാൻ പറ്റുമെന്ന മത്സരമല്ല ഇത്. മറിച്ച് ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ്. നമ്മുടെ ഉള്ളിലെ നഫ്സുൽ അമ്മാറ എന്ന തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സിസ്റ്റത്തെ മാറ്റി നഫ്സുൽ മുത്മഇന്ന എന്ന ശാന്തമായ അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സ്. ഇവിടെയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് ആകെ ലഭിക്കുന്നത് വെറും വിശപ്പും ദാഹവും മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അത് വ്യക്തമാക്കി തരുന്നു. നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറും വിശപ്പും ദാഹവും മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ മൃഗീയ വാസനകളെ തളയ്ക്കലാണ്, ദേശത്തിന്റെ കനലുകളെ ഊതിക്കെടുത്തലാണ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആ പട്ടിണി കൊണ്ട് അള്ളാഹുവിന് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ റമളാനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റീസെറ്റ് ചെയ്യാം. ദേഷ്യം വരുമ്പോഴൊന്ന് നിശബ്ദനാകാം, നാവിനെ പരദൂഷണങ്ങളിൽ നിന്ന് ലോക്ക് ചെയ്യാം, കണ്ണുകളെ അനാവശ്യ കാഴ്ചകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്യാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സ്വഭാവത്തിൽ മാറ്റമില്ലെങ്കിൽ അള്ളാഹു ആ നോമ്പിലേക്ക് സ്വീകരണത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുക പോലുമില്ല. ഓർക്കുക, വെറുമൊരു പട്ടിണിക്കാരനായി ഈ റമളാൻ അവസാനിപ്പിക്കണോ അതോ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അഹ്ലുള്ളയായി മാറണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ റമളാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ. നമുക്ക് റീസെറ്റ് ചെയ്യാം പുതിയൊരു തുടക്കത്തിനായി.